ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് ഒഫീഷ്യലായിട്ട് ഇസ്രായേലോ അതേപോലെ തന്നെ ഇറാനോ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാറ്റലൈറ്റിലെ ദൃശ്യങ്ങൾ ബേസിലാണ് അമേരിക്ക ഇങ്ങനെ ഒരു അവകാശവാദം നടത്തുന്നത്. ഈ കാര്യങ്ങൾക്കൊക്കെ അമേരിക്ക ചുക്കാൻ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് റീസണുകളുണ്ട്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ഈ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂവിൽ മെയിനായിട്ട് കളിക്കുന്ന 3 രാജ്യങ്ങളാണുള്ളത്. ഒന്ന് ഇസ്രായേൽ, ഇറാൻ ആൻഡ് അമേരിക്ക. ഇതിൽ ഒരു രാജ്യത്തിനൊഴിച്ച് മറ്റ് 2 രാജ്യങ്ങൾക്കും ഒരിക്കലും യുദ്ധം വരരുത് എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. ആ 2 രാജ്യങ്ങളൊന്നാണ് ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക. അതിന് കാരണമുണ്ട്. എന്തെന്നാൽ അമേരിക്കയിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ, ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. സോ ഈ ഒരു സമയത്ത് ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അത് അടുത്തൊരു ഇലക്ഷനിൽ ഒരു നെഗറ്റീവ് എഫക്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നല്ല സൂപ്പർസോണിക് മിസൈലുകളുണ്ട്. ഈ ഒരു മിസൈലുകളൊക്കെ ഇസ്രായേലിലും അമേരിക്കയിലൊക്കെ വന്നു വീഴാൻ വെറും സെക്കൻഡുകൾ, അല്ലെങ്കിൽ സെക്കൻഡ് അല്ല, ഒരു മിനിറ്റുകൾ മാത്രം മതി. എങ്ങാനും ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇറാനെ സഹായിക്കാനായിട്ട് എത്തുക എന്ന് പറയുകയാണെങ്കിൽ റഷ്യ, ചൈന, അതുപോലെ തന്നെ എല്ലാ അറബ് രാജ്യങ്ങളായിരിക്കും. അത് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ എഫക്റ്റിൽ നിന്ന് ഇതുവരെ കരകയറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും തന്നെ പറയുന്നത്. സോ അമേരിക്ക പല വിധത്തിലും ഈ യുദ്ധത്തെ തടയുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പ്രഷർ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതുവരെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരിക്കലും നടക്കരുത് എന്ന് തന്നെയാണ് അവരുടെ മനോഭാവം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് ഒരുപാട് സാങ്ഷൻസ് യൂറോപ്യൻ യൂണിയനിൽ നിന്നാണെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നായാലും ഒരുപാട് നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കയറ്റുമതിയുടെ കാര്യത്തിലായാലും ഇറക്കുമതിയുടെ കാര്യത്തിലായാലും. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്തുള്ള വിലക്കയറ്റം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് താങ്ങാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും അവരുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും യുദ്ധം ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യമാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർഫോഴ്സാണ് ഇസ്രായേലിനുള്ളത്. ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എയർഫോഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഫോഴ്സ്. അതുണ്ടെങ്കിൽ ഏത് രാജ്യത്തിനെയും വളരെയധികം ഈസി ആയിട്ട് നമുക്ക് തകർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഒരിക്കലും ഈ യുദ്ധത്തിലേക്ക് ഫസ്റ്റ് കാലെടുത്ത് വെക്കാനായിട്ട് ഒരു ചാൻസും അവിടെ ഇല്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വേ ഓഫ് തോട്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ യുദ്ധം ഉണ്ടായാൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു യുദ്ധം ഉണ്ടല്ലോ, അതായത് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു കൂട്ടക്കൊല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു കാര്യം ഇപ്പോൾ എല്ലായിടത്തേക്കും റീച്ച് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസിഡന്റിന്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിന് ഉള്ള സപ്പോർട്ട് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനായാലും അതുപോലെ തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നായാലും ലോക രാജ്യങ്ങളിൽ നിന്നായാലും അദ്ദേഹത്തിൻ്റെ ഒരു രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇസ്രായേൽ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം ഉണ്ടായാൽ ഈ എല്ലാ കാര്യങ്ങളും ഈ വേൾഡ് വാർ 3 എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അദ്ദേഹത്തിന് മാറ്റിവിടാനും കുറച്ചും കൂടി കാലം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഇരിക്കാനും സാധിക്കും. എന്നാൽ അമേരിക്ക വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധം വരികയാണെങ്കിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വേൾഡ് വാർ 3 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ പോലും വളരെയധികം ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആക്രമിച്ചത് അത് എന്തിൻ്റെ ബേസിലാണെന്നുള്ളത്. ഈ ആക്രമണങ്ങൾ വളരെയധികം ചെറിയ രീതിയിൽ മാത്രമാണ്, ഒരു സൂചന അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരം പോലും അതിലില്ല. ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് ഈ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഇതോടെ അവസാനിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഭാവിയിൽ ഇതെങ്ങനെ പോലും മറ്റ് രീതിയിൽ പൊട്ടിപ്പുറപ്പെടാനും ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്നൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു അറിവ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.